നമ്മൾ ഇന്ന് നമ്മുടെ ഹലോ മലയാളം ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് യൂണിവേഴ്സൽ മ്യൂസിക് ഡേ ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്നതും ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് നമ്മുടെയൊക്കെ ഈ ഹൃദയം കീഴടക്കിയ ഒരു ഗായകനാണ്, മറ്റാരുമല്ല വി ദേവാനന്ദ്. നമുക്ക് സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ശ്രീ വി ദേവാനന്ദ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായിട്ട് പോണു. ഓക്കെ, സുഖം, സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് യൂണിവേഴ്സൽ മ്യൂസിക് ഡേ, അപ്പോൾ അതിന്റെ ആശംസകൾ ആദ്യമേ തന്നെ പറയാണ്. താങ്ക് യു സോ മച്ച്. ന്യൂസ് മലയാളത്തിന്റെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ യൂണിവേഴ്സൽ മ്യൂസിക് ഡേ വിഷസ് അറിയിക്കുന്നു. ഓക്കെ, ശ്രീ വി ദേവാനന്ദ്, ഇപ്പൊ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്കുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു കുഞ്ഞുനാൾ മുതലേ പാടി തുടങ്ങിയല്ലേ, പിന്നെ അച്ഛന്റെ ഒരു ഇൻഫ്ലുവൻസ്? അതെ, ഞാൻ ജനിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഫാമിലിയാണ്. അച്ഛനും ഏട്ടനും ഒക്കെ മ്യൂസീഷ്യൻസ് ആണ്. അതുപോലെ തന്നെ വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലവും സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിൻ്റെ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് RV മ്യൂസിക് കോളേജിലൊക്കെ പഠിക്കുന്ന ആ കാലത്ത് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരും സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഈ എന്തോ ഒരു ടെക്നിക്കൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ വരും, കാരണം നമുക്ക് അദ്ദേഹത്തെ അറിയാം. ഒരുപാട് നല്ല അടിപൊളി, നമ്മുടെ എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കുറേ പാട്ടുകളുണ്ടല്ലോ. ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീ ദേവാനന്ദ്. ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം എന്തോ ഉണ്ടായിരുന്നു, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ വളർന്നത് വൈക്കം എന്നുള്ളത് ഒരുപാട് സംഗീതത്തിന് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോ ജനിച്ചതും അച്ഛനും ഏട്ടനും കർണാട്ടിക് മ്യൂസീഷ്യൻസ് ആണ്. വൈക്കം വാസുദേവൻ നമ്പൂതിരി, വൈക്കം ജയചന്ദ്രൻ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജിൽ പഠിച്ച് ഇറങ്ങിയ കുറേ ആൾക്കാർ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. വൈക്കം ക്ഷേത്രമാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സംഗീത കച്ചേരികളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാം കൊണ്ടും സംഗീതത്തിന് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പം പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം ലൈറ്റ് മ്യൂസിക് ആയതുകൊണ്ട് സിനിമ ഇതിലേക്ക് അങ്ങനെ തിരിയുമായിരുന്നു. ഓക്കെ, ഒരുപാട് പാട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു പാടിയിട്ടുള്ള എല്ലാം, ഏറെക്കുറെ എല്ലാ പാട്ടുകളും ഹിറ്റ് മാത്രമല്ല, എപ്പോഴും നമ്മൾ ദിവസേനയൊക്കെ മലയാളികൾ മൂളുന്ന പാട്ടുകളും ഒക്കെയാണ്. ഈ കരിമിഴിക്കുരുവിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? കരിമിഴിക്കുരുവി ഞാൻ എറണാകുളത്ത് കുറെ വർക്കുകളൊക്കെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു മ്യൂസിക് കമ്പനി അതുപോലെ ഫിലിം പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഓണം പൊന്നോണം എന്നുള്ള വർക്കിലേക്ക് മ്യൂസിക് ഡയറക്ടർ ശരത്ത് മ്യൂസിക് ചെയ്തൊരു വർക്കിലേക്ക് KK മേനോൻ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ മദ്രാസിലേക്ക് പോയി. ശരത്താണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തുകയും എൻ്റെ അച്ഛനും ദാസേട്ടനും ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട് അങ്ങനെ ദാസേട്ടൻ വിദ്യാജിയെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് വിദ്യാജിയുടെ അടുത്തുള്ള പാട്ടുകളിലേക്ക് എത്താൻ കാരണം. പിന്നെ അവിടുത്തെ ഒരു സിംഗർ ആയിരുന്നു ഞാൻ. അവിടുത്തെ ഹാർമണീസും ട്രാക്സും എല്ലാം വിദ്യാജിയുടെ കൂടെ കമ്പോസിഷനും ഒക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ വിദ്യാജിയുടെ കൂടെ കുറെ നാള് നല്ല പാട്ടുകളും നല്ല സംഗീതവുമായിട്ട് കുറെ വർക്ക് ചെയ്യാൻ സാധിച്ചു. നമുക്ക് കരിമിഴിക്കുരുവിടെ രണ്ടുപേരെയായാലോ? തീർച്ചയായിട്ടും. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല, കാവിൽ വന്നീല, പൂരം കണ്ടീല, മായക്കൈ കൊട്ടും മേളവും കേട്ടീല, കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. മീശമാധവനിലെ എല്ലാ പാട്ടുകളും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രണയിതാക്കളൊക്കെ ഏറ്റെടുത്ത പാട്ട് കരിമിഴിക്കുരുവി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, അതിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. പിന്നെ സിനിമയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പാട്ടുകൾ ഹിറ്റാവുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സിറ്റുവേഷനിൽ വരുമ്പോഴാണ്, അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ ആ സോങ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അത്രയും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ ആ സിനിമയിലെ കോമഡി സീക്വൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു. നല്ല പാട്ടുകളുമായിരുന്നു. അതുകൊണ്ട് അത് എവർഗ്രീൻ ഹിറ്റായ ഒരു മൂവിയും പാട്ടുകളുമായിട്ട് അത് മാറി. അതിൻ്റെ കൂടെ
വലിയ ആൾക്കാരുടെ കൂടെ, അതായത് ദാസേട്ടൻ, അതുപോലെ തന്നെ ശ്രീകുമാരേട്ടൻ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, അവരുടെ കൂടെ ശങ്കർ മഹാദേവൻ, ശങ്കർജി, അവരുടെയൊക്കെ കൂടെ എനിക്കും പാടാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്കും കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഓക്കെ, ഞാൻ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് കേൾക്കും, അത് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുമല്ലോ. അത് ആര് പാടി, ആര് സംഗീതം ചെയ്തു, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങേനെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അങ്ങയുടെ മിക്ക പാട്ടുകളും ഈ വളരെ റൊമാൻറ്റിക് പാട്ടുകൾ. ജീവിതത്തിൽ റൊമാൻറ്റിക് ആണോ? തീർച്ചയായിട്ടും റൊമാൻറ്റിക് ആണ്, ജീവിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ്. കാരണം സംഗീതത്തിലും റൊമാൻസിലും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അല്ലേ. നമ്മള് എനിക്ക് ഇപ്പൊ ഈ കരിമിഴിക്കുരുവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് തരും, ഞങ്ങളുടെ കല്യാണത്തിന് ഈ പാട്ടായിരുന്നു വീഡിയോയിൽ യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണത്തിന് യൂസ് ചെയ്തു, ഞങ്ങൾ ഡാൻസ് കളിച്ചത് ഈ പാട്ടായിരുന്നു, അല്ലെങ്കിൽ തൊട്ടിനും മീരിക്കാൻ കുതിയ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ പിന്നെ ചിലർ CAD മൂസയിലെ പാട്ടുകളെ പോലെയുള്ള പാട്ടുകൾ കോമഡി സീക്വൻസ് ചെയ്തു, റീൽ ചെയ്തു. ഇങ്ങനെയൊക്കെ അവര് ഈ കാലഘട്ടത്തിൽ, എനിക്ക് കരിമിഴിക്കുരുവി ഇറങ്ങിയിട്ട് 23 വർഷമായി. 23 വർഷത്തിന് ശേഷം ഈ പുതിയ തലമുറയും ആ പാട്ട് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അവർ റീൽ ചെയ്യുന്നു, അവർ പാടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അത് 23 വർഷമല്ല സിനിമ ഇറങ്ങിയിട്ട്. അതെ 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 അതെ. കരിമിഴിക്കുരുവിയോട്ട് അതേപോലെ തന്നെ അറിയാതെ ഇഷ്ടമായി, ഈ കാത്തിരുന്ന പെണ്ണല്ലേ, എല്ലാം ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ തട്ടി നിൽക്കുന്ന പാട്ടാ. നമുക്ക് കാത്തിരുന്ന പെണ്ണിന്റെ 2 വരി പാടിയാലോ? തീർച്ചയായിട്ടും. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. അടിപൊളി. ശ്രീ ദേവാനന്ദ്, ഇപ്പം ഈ സംഗീതത്തിലാണെങ്കിൽ ഒത്തിരി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസവും ഓരോരോ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നതൊക്കെ? ഈ പാട്ടിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം മുൻപ് പാടിക്കൊണ്ടിരുന്നതും ഇപ്പോഴുമായിട്ട്, ഒരു ടെക്നിക്കലി ആയാണെങ്കിലും അല്ലാതെയും വ്യത്യാസമല്ല. മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതിപ്പം സംഗീതത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലേ. അപ്പം ജോൺ ചേട്ടൻ്റെ അടുത്തൊക്കെ നേരത്തെ ഞാൻ ട്രാക്കൊക്കെ പാടുന്ന സമയത്ത് രാവിലെ ഇപ്പൊ ചിത്രചേച്ചി ഒരുമിച്ചുള്ള ഡ്യൂറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ട്രാക്ക് ആയിരിക്കും, ചിലപ്പോൾ ദാസേട്ടനോ ശ്രീകുമാരേട്ടനോ ഒക്കെ പാടുന്നത്. രാവിലെ 8 മണിക്ക് അവിടെ ചെന്ന് ഞാൻ പാട്ട് പറഞ്ഞു തന്ന് അത് ഓർക്കസ്ട്ര കൂടെ 2 പ്രാക്ടീസ് ചെയ്ത് 1 മണിക്കുള്ളിൽ ഒരു പാട്ട് മുഴുവൻ എടുത്ത് തീരുകയാണ് അന്നത്തെ ഒരു ദിവസം. ഇപ്പം വന്നിട്ട് അതിനുശേഷം പിന്നീട് ട്രാക്ക് ഫെസിലിറ്റി, അന്നും ട്രാക്ക് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, അതിനുശേഷം ഡിജിറ്റൽ ആയപ്പോൾ ഓരോരുത്തരും ഓരോ സമയത്തായി. ഇപ്പൊ പിന്നെ അതുമില്ല. നമ്മള് ഈവൻ എവിടെ നിന്ന് പാടിയാലും കുഴപ്പമില്ല, വോയിസ് ക്യാൻസലേഷനുള്ള അല്ലെങ്കിൽ നോയിസ് ക്യാൻസലേഷനുള്ള മൈക്ക്, അതുപോലെ തന്നെ വോയിസ് നല്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് EQ ചെയ്തെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ടെക്നോളജി വൈസ് നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടുകാരുടെ എണ്ണവും കൂടി എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗംഭീരമായിട്ട് പാടി ലൈവിൽ തന്നെ പാടി നമ്മൾ കൺവിൻസ് ചെയ്താൽ തന്നെ നമുക്കത് ഓക്കെ ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ ടെക്നോളജിയുടെ സൗകര്യം വന്നപ്പം എല്ലാവർക്കും സൗകര്യമായി, ഞങ്ങൾക്ക് ഉൾപ്പെടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ടെക്നോളജി വൈസ് നോക്കുമ്പം പാട്ടുകളുടെ രീതികൾ ഒരുപാട് മാറി. നമ്മൾ ഒരുപാട് ഭയങ്കര പ്ലാൻസും ഇപ്പം പ്രമദവനവും അല്ലെങ്കിൽ ഹരിമുരളീരവും അല്ലെങ്കിൽ എന്തിനു വേറൊരു സൂര്യോദയം ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇപ്പം കുറച്ചുകൂടെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സിറ്റുവേഷനുമായിട്ട്, സിനിമയുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു പാട്ട് അങ്ങനെയുള്ളൂ. അപ്പൊ ഒരുപക്ഷെ ഈ കമലദളം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമ തിരിച്ചും ഒരു നല്ല കുറച്ച് മ്യൂസിക്കിന് പ്രാധാന്യമുള്ള മൂവീസ് വന്നു കഴിഞ്ഞാൽ അതുപോലത്തെ പാട്ടുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ആ പാട്ടിന്റെ ആ ഒരു സിറ്റുവേഷൻ ആണോ അതോ അതിന്റെ ഒരു വികാരത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഇപ്പം ഈ അറിയാതെ ഇഷ്ടമായും പാടി, അതേപോലെ തന്നെ കാടിളങ്ങി ഓടി വരുമൊരു അതും പാടി. അപ്പം രണ്ടും 2 ടൈപ്പ് ഓഫ് പാട്ടുകളാണ്. അപ്പം ഇങ്ങനെ പാട്ടുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ പാട്ടിന് ആ ഇമോഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്, അതോ ടെക്നിക്കലി കൂടുതൽ ഇൻവോൾവ് ചെയ്യുമോ? എങ്ങനെയായിരിക്കും അത്? ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കേണ്ട വിഷയമല്ലോ. പാട്ടുകാരനെ സംബന്ധിച്ചും അത് പാടി ഫലിപ്പിക്കുക എന്നുള്ളത് ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടറുടെ കയ്യിലല്ലേ. ഒരു നല്ല കമ്പോസറാണ് ഇപ്പൊ വിദ്യാജിയെ പോലുള്ള ശരത്ത്, അതുപോലെ തന്നെ ജോൺ സേട്ടൻ, രാജ സാറ്, ഇങ്ങനെയുള്ള ഇപ്പൊ പുതിയ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാല് ഗോപി സുന്ദർ, ഇവർക്കൊക്കെ പാട്ട് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വേണമെന്ന് വ്യക്തമായിട്ട് ധാരണയുണ്ട്.
നമ്മൾ എങ്ങനെയൊക്കെ പാടിയാലും അത് എനിക്ക് വേണ്ടത്. ഞാനിപ്പം ഉമ്മറത്തെ ചെമ്പകത്തെ എന്നുള്ള പാട്ട് ഗോപിക്ക് പാടിയപ്പം എനിക്ക് ഗോപി ഒരുപാട് മോഡേൺ ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇത് എങ്ങനെ റെൻഡർ ചെയ്താൽ അവർക്ക് ഇഷ്ടാവും, അല്ലെങ്കിൽ സിനിമ വരുമ്പോൾ എങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ചേട്ടൻ പാടിക്കൊള്ളൂ, ചേട്ടൻ എങ്ങനെ പാടിയിരുന്നത്, ഞാൻ കരിമിഴിക്കുരുവിയും കാത്തിരുന്നു അതുപോലെ പാടിയാൽ മതി എന്ന് പറയാം. പക്ഷെ എങ്കിലും അയാൾ അത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വോയിസ് EQ ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ മോഡേണൈസ്ഡായി, കുറച്ചുകൂടെ ശബ്ദമൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാടാനുള്ളതിന്റെ സ്റ്റൈൽ ഓഫ് റെൻഡറിങ് മാത്രമേ നമുക്ക് മാറുന്നുള്ളൂ. നമ്മുടെ റെൻഡറിങ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പം CID മൂസ് വരുമ്പോൾ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ വിഷ്വലൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ വിദ്യാജിക്ക് അറിയാം അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വേണം, അതിന്റെ വോയിസ് ത്രോ എങ്ങനെ വേണം, അതിന് എക്സ്പ്രഷൻസ് എങ്ങനെ വരുത്തണം. പിന്നെ അതൊരു ചെറിയൊരു സെമി ക്ലാസിക്കൽ മൂഡുള്ള ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടെ ആപ്റ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ശ്രീ ദേവാനന്ദ്, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന്. കുറച്ചും കൂടി നേരത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ നേരം നമുക്ക് സംഗീത വർത്തമാനമൊക്കെ പറയായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിനും പാട്ടൊക്കെ പാടി തന്നതിനും. ഇനി വീണ്ടും ഞാൻ ഹലോ മലയാളത്തെ അങ്ങേ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഇന്ന്. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു സോ മച്ച്. ന്യൂസ് മലയാളത്തിന്റെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.